പ്രൈസ് ദി ലോർഡ്. ഓൺലൈൻ മീഡിയയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പാട്ടിൻ്റെ ചില ലൈനുകൾ ഞാനിവിടെ പാടുന്നു. നിൻ തിരുസന്നിധിയിൽ ഞാനിന്ന് കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്ന് കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്ദിതനാമെൻ്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്ദിതനാമെൻ്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിന് സ്തോത്രം, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഒരു വേദവാക്യം ഞാനിവിടെ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. വേഗത്തിൽ അവരെ പുതുക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വേഗത്തിൽ അവരെ പുതുക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നൊരു കാര്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് പ്രാർത്ഥിക്കുമ്പോൾ അല്പസമയത്തെ പ്രാർത്ഥനയല്ല, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് ഉള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ വിധവയായ ഈ സഹോദരി ഈ ന്യായാധിപൻ്റെ അടുക്കൽ തൻ്റെ ആവശ്യവുമായിട്ട് ചെല്ലുമ്പോൾ ആ ന്യായാധിപൻ ഒത്തിരി തടസ്സങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഒന്നാമതായി ഈ ന്യായാധിപൻ്റെ പ്രത്യേകത രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ദൈവത്തെ ഭയമില്ല എന്നുള്ളതാണ്. രണ്ടാമത്, ഈ ന്യായാധിപൻ അനീതിയുള്ളതായ ഒരു ന്യായാധിപനെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വിധവ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുടെ മധ്യത്തിൽ ഈ ന്യായാധിപൻ സമയം നീട്ടിവെക്കുന്നവനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കാര്യം നടക്കത്തില്ല, അടുത്ത പ്രാവശ്യമാകട്ടെ സമയം നീട്ടിവെക്കുന്നവൻ എന്ന് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് അവന് കുറേ കാലത്തേക്ക് മനസ്സില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തുള്ള ന്യായാധിപന്മാർ അവർക്ക് ദൈവഭയമില്ല, അവർ അനീതിയുള്ള ന്യായാധിപന്മാരാണ്, സമയം നീട്ടിവെക്കുന്നവരാണ്, മനസ്സില്ലാത്തവരാണ്. ഇതെല്ലാം മനസ്സിലായിട്ടും ഈ വിധവ പിന്നെയും ഈ വ്യക്തിയെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വിധവയുടെ കാര്യം സാധിക്കണം, അതിനുവേണ്ടി എപ്പോഴും മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ന്യായാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. വെളിയിലോട്ട് പറയുന്നില്ല, അകത്ത് അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ പറയണം, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. സമയം നീട്ടിവയ്ക്കുന്നു, മനസ്സില്ലാത്ത വ്യക്തിയാണ്, ദൈവഭയമില്ലാത്ത വ്യക്തിയാണ്. എന്നാൽ ഈ വിധവ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഈ വിധവയുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ മനസ്സ് വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നൊരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ഉള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതിയുള്ള ന്യായാധിപൻ പോലും അത് നിരന്തരമായി മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിധവയ്ക്ക് വേണ്ടി മനസ്സ് വെച്ചതുപോലെ, പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീതിയുള്ള ന്യായാധിപനാണ്. അവൻ മനസ്സലിവുള്ള പിതാവാണ്, സർവാശ്വാസങ്ങളുടെയും ഉറവിടമാണ്. അവൻ സമയം നീട്ടിവെക്കുന്നവനല്ല. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. പഴയ നിയമത്തിലെല്ലാം നാളെ നാളെ എന്നാണ് പറയുന്നത്. മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ രാവിലെ ഒരുങ്ങുക, ഉണരുക, പിന്നെ കൽപ്പനകൾ ചെത്തി വെടിപ്പാക്കുക, പിന്നെ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ കടന്നു വരണം. എന്ന് വെച്ചാൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ പലയിടങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നമ്മുടെ കർത്താവ് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ വിചാരിച്ചതിനേക്കാൾ അപ്പുറമായിട്ട്, ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ യേശു കർത്താവിൻ്റെ കുരിശിൻ്റെ ഇടത്തും വലത്തുമായിട്ട് ദുഷ്പ്രവർത്തിക്കാരായ 2 പേരെയും കൂടെ ക്രൂശിക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചു. എന്നാൽ ഒരു വ്യക്തി പറയുന്നുണ്ട്, നമ്മൾ ശരിക്കും ഇതിനർഹരാണ്. ഈ ക്രൂശ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തെറ്റുകൊണ്ടാണ് നമ്മളെ ക്രൂശിക്കുന്നത്. എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിനോട് ഈ വ്യക്തി പറയുന്നൊരു കാര്യം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങൾ.
തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. യേശുവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ചെയ്യാനുള്ള കാര്യം നാളത്തേക്ക് മാറ്റിവെക്കത്തില്ല. ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഈ പകൽക്കാലം തന്നെ നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയം ഏറ്റെടുക്കും. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ലോട്ടറി ടിക്കറ്റുകാർ പറയുമല്ലോ, നാളെ 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 ഭാഗ്യം എന്ന് പറയും. പക്ഷേ യേശുവിന് പറയാനുള്ളത്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇന്ന് തന്നെ നീ കർത്താവിൻ്റെ സന്നദ്ധയിൽ നിന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ വചനം അനുസരിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ കൂടെ കർത്താവ് ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടവരാരെങ്കിലും വിവിധങ്ങളുടെ വിഷയത്തിൻ്റെ മുഖത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവിൻ്റെ കരം തൊട്ടവരെ ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരെ സൗഖ്യമാക്കണമേ. വിവിധ പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, പ്രയർ റിക്വസ്റ്റുകൾ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ഓൾ. പ്രൈസ് ഗോഡ്.